ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ക്രോയിസന്റ് ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും ഈസ്റ്റൊക്കെ ആക്ടിവേറ്റ് ആയിട്ട് വരും. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് 1.25 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. മിൽക്ക് പൗഡർ ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അതിനും കൂടി പകരമായിട്ട് മൈദ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാലാണ്. ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർക്കാം. ചെറിയ ചൂടുള്ള പാല് വേണം ചേർക്കാനായിട്ട്. ഇപ്പം ആ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒരെണ്ണം ചേർക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മൈദയും മിൽക്ക് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. 1 കപ്പ് പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കുഴയ്ക്കാൻ വേണ്ടി. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. 1 കപ്പ് പാലും ഇതിലേക്ക് ആവശ്യം വരും. ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കൈവച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പം ഇത് കുഴയ്ക്കാനായിട്ട് ഒരു സ്പാറ്റിലോ അല്ലെങ്കിൽ ഒരു വുഡൻ സ്പൂണോ ഉപയോഗിച്ചാൽ മതി. ഈ ഒരു പരുവത്തിനാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് 1.5 മണിക്കൂർ മാറ്റി വെക്കാം. ഒരു നനഞ്ഞ ടവലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പറോ കൊണ്ട് കവർ ചെയ്തിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. ചൂടുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ വേഗം അത് ഡബിൾ സൈസ് ആയിട്ട് വരും. ഇത് നമ്മളിപ്പോൾ വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തേച്ചും കട്ട് ചെയ്തെടുക്കാം. കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി തൂളിയിട്ട് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനിത് 12 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോ പീസും എടുത്ത് നമുക്ക് ബോൾസ് ആക്കി എടുത്ത് മാറ്റി വെക്കാം. ഓരോ ബോൾസും നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നതും ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് കവർ ചെയ്ത് വെക്കണം. ഇപ്പം നമ്മളിതെല്ലാം ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഓരോന്ന് വീതം എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ അല്പം പൊടി തൂളിയിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന ഓരോന്നും നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഓരോന്നിൻ്റെയും മുകളിലേക്ക് ഇതുപോലെ മെൽറ്റഡ് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് അടുത്ത ലെയർ നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് വെക്കാം. ഇതിന്റെ മുകളിലേക്കും ബട്ടർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം വീണ്ടും അടുത്ത ലെയർ വെക്കാം. ഇങ്ങനെ നമുക്ക് ഈ 12 എണ്ണവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 11 എണ്ണം വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റും കൂടെ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇതെല്ലാം കൂടെ വെച്ചിട്ട് പരത്തിയെടുക്കാം.
ഇതിപ്പോൾ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ചെറിയൊരു തിക്നെസ്സിലാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു പിസ്സ കട്ടർ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ആദ്യം ഇതിനെ 4 പീസായിട്ട് മുറിക്കാം. അതിനുശേഷം ആ ഓരോ പീസിനെയും 3ആയിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു വലിയ പീസ് നമുക്ക് 3ആയിട്ട് കട്ട് ചെയ്യാം. ആകെ നമുക്ക് 12 പീസ് തന്നെ കിട്ടും. നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഓരോ പീസിന്റെ നടുവിലൂടെ ഒരു ചെറിയ കട്ടിംഗ് മാർക്കും കൂടി കൊടുക്കാം. അത് നമുക്കത് ക്രോയിസന്റിന്റെ ഷേപ്പിൽ മടക്കുമ്പം അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ 12 പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് പ്ലെയിൻ ആയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ അത് ക്രോയിസന്റിന്റെ ഷേപ്പിൽ മടക്കിയെടുത്ത് വെച്ചാൽ മതി. ഞാനിതിലേക്ക് ചോക്ലേറ്റ് വെക്കുന്നുണ്ട്. ചോക്ലേറ്റോ ചീസോ എന്ത് വേണേലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൂടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചെണ്ണത്തിൽ ഞാൻ ചോക്ലേറ്റ് വെക്കുന്നുണ്ട്, ബാക്കി ഞാൻ പ്ലെയിൻ ആയിട്ടാണ് വെക്കുന്നത്. 2 സൈഡും ഒന്ന് അകത്തേക്ക് മടക്കി വെക്കാം. എന്നിട്ട് അത് റോൾ ചെയ്തെടുത്താൽ മതി. അവസാനം വരുന്ന ആ ഭാഗം അതിലേക്കൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. തയ്യാറാക്കി എടുക്കുന്ന ഓരോന്നും നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. ഇതിൽ ഞാൻ ചോക്ലേറ്റ് ഒന്നും വെക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. 5 എണ്ണം ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ക്രോയിസന്റ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ബേക്കിംഗ് ട്രേകളിലാക്കി വെച്ചിട്ടുണ്ട്. ഒന്നിൽ ചോക്ലേറ്റ് ചേർത്തതും ഒന്നിൽ പ്ലെയിൻ ആയിട്ടുള്ളതുമാണ് വെച്ചിട്ടുള്ളത്. ഇത് ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് 30 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതൊന്ന് ഡബിൾ സൈസ് ആയിട്ട് വരും. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മുതൽ 30 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 28 മിനിറ്റ് ആണ് വെച്ചിരുന്നത്. ആദ്യം നമ്മൾ വെച്ചിരുന്നതാണിത്. ചോക്ലേറ്റ് ചേർത്ത ക്രോയിസന്റ് ആണ്. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് അല്പം ബട്ടർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് മറ്റൊന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ വെച്ചിരുന്ന പ്ലെയിൻ ക്രോയിസന്റും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ട് വെച്ചിരിക്കുന്നതും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചോക്ലേറ്റിന് പകരം ചീസോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ക്രോയിസന്റ് ഒക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.